നമ്മുടെ ടോവിനോ തോമസിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടം കണ്ടു. 3 കാര്യങ്ങൾ കൊണ്ടാണ് ഈ സിനിമ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒന്ന്, ടോവിനോ തോമസിന്റെ അടുത്ത കാലത്ത് ടോവിനോടെ ജയിക്കുന്നു തോക്കുന്നു എന്നുള്ളതല്ല, സ്ക്രിപ്റ്റ് സെലക്ഷൻ കിടിലൻ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണ്. അടുത്ത കാലത്ത് ഇറങ്ങിയ പല പടങ്ങളും എന്റെ ഫേവറേറ്റ് പടങ്ങളാണ്. 2, തൃഷ എന്തുകൊണ്ട് മലയാളത്തിലേക്ക് വരുന്നു, ഈ ഒരു സ്ക്രിപ്റ്റിനകത്ത് എന്താണ് തൃഷയ്ക്ക് വേണ്ടി ഉള്ളത് എന്നുള്ളൊരു തോന്നൽ. 3, എന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഇത് കാണണമെന്ന് ഉറപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇന്ന് സിനിമ കാണാൻ കയറിയത്. തിയേറ്ററിൽ വളരെ ആള് കുറവായിരുന്നു. തൊട്ടടുത്ത് മാർക്കോ കളിക്കുന്നുണ്ട്. മാർക്കോയ്ക്ക് നന്നായിട്ട് ആളും കയറുന്നുണ്ട്. അപ്പൊ ഒരേ സമയത്ത് തന്നെ പടങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഐഡന്റിറ്റിക്ക് കയറി. പടത്തിന്റെ തുടക്കം കാണാതെ നമുക്ക് വിചാരിക്കും എന്ത് വലിയ സംഭവം ഈ സിനിമയിലുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിലാണ് ഈ പടത്തിന്റെ തുടക്കം. ആദ്യമേ നമുക്ക് അറിയില്ലല്ലോ, ഒരു ത്രില്ലർ പടം. അപ്പൊ ഇതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല, എന്താണ് ഇതിന്റെ ഒരു കഥയുടെ രീതി നമുക്കറിയില്ല. നമ്മൾ വളരെ കാണുന്നതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഒറ്റ തോന്നലാണ് സിനിമയ്ക്ക് കയറുന്നത്. അങ്ങനെ കയറി സിനിമയിലേക്ക് പോകാൻ നേരത്ത് ഫസ്റ്റ് ഒരു ടോവിനോടെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. ഷമ്മിത്തിലേക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. തുടക്കം കാണാൻ നേരത്ത് ആ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ ആക്ടിവിറ്റി കാണാൻ നേരത്ത് നമ്മൾ വിചാരിക്കുകയാണ് എന്തോ വരാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവുകയാണ്. അപ്പൊ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്രൈം കാണിക്കുകയാണ്. ആ ക്രൈം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മെയിൽ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പെട്ടെന്ന് ഒരു കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകത്തിന് പിന്നിൽ ആര് എന്നുള്ളൊരു ചോദ്യം നമുക്ക് തോന്നും. പക്ഷെ അത് നമുക്ക് കാണുമ്പോഴേ അതിനകത്ത് ഒരാൾ നടന്നു പോകുന്ന കാണാൻ നേരത്ത് ഇത് ഇയാളാണെന്ന് നമുക്കതൊന്ന് ഫീൽ ചെയ്യും, മനസ്സിലാവും. നമുക്ക് അവിടെ നടന്നു പോകുന്ന ആളെയൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഒരു തമിഴ് നടനുണ്ട്. ആ തമിഴ് നടനും തൃഷയായിട്ട് വരുന്നു. തമിഴ് നടന്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും. പഴയ ഒരു കിട്ടിലും പാട്ടൊക്കെ പുള്ളിക്കാരനുള്ളതാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു നെഗറ്റീവ് റോളാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരന്റെ പേര് വിനയ് റായ് എന്നുള്ള ഒരു വിനയ് റായ് എന്ന് പറയുന്ന നടനാണ് അതിനകത്ത് ഒരു നെഗറ്റീവ്, ഒരു പോലീസുകാരനായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ അജു വർഗീസ് ഉണ്ട്. അജു വർഗീസിന്റെ ഒരു പുള്ളിക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് എത്താൻ പറ്റാത്ത രീതിയിൽ ഒരു ക്യാരക്ടർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ ഒരു ഫീലൊന്നും ചെയ്യില്ല. ഒരു ഡിവൈഎസ്പിയുടെ റോള് അജു വർഗീസ് ചെയ്യുന്നു. പുള്ളിക്കാരന് തന്നെ ഹെൽത്തും കാര്യങ്ങളും ഒന്നും ആ റോളിന് പറ്റുന്നില്ല. പിന്നെ ഈ വിനയ് റായ് എന്ന് പറയുന്ന ഒരാളും യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നുണ്ട് കർണാടക പോലീസിന്റെ ഭാഗമായിട്ട്. ഇവർ രണ്ടുപേരും അവിടെ നിൽക്കാൻ നേരത്ത് നമുക്കൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. അജു വർഗീസിന്റെ ക്യാരക്ടർ അവിടെ നിൽക്കുന്നു. അജു വർഗീസിന്റെ പെർഫോമൻസ് ആ സിനിമയിൽ പുള്ളിക്കാരന് ചെയ്യാനും ഇല്ലായിരുന്നു. ഇതിപ്പോ ബോറായി പോയല്ലോ എന്ന് നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് തോന്നിയ രീതിയിലായിട്ട് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡയറക്ടറിന്റെ കുഴപ്പമാണ്. നിങ്ങളത് സ്ക്രീനിൽ കാണാൻ നേരത്ത് ഇത് കാണുന്ന ഒരാളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കാതിരിക്കേണ്ടത് ഡയറക്ടറിന്റെ കാര്യമാണ്. പിന്നെ ഒരു കേസ് അന്വേഷണം, തൃഷ, നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യും എന്തൊക്കെ ഉണ്ടല്ലോ ഇതിന് പിന്നിലൊരു എന്താണ് ഒരു സംഭവം എന്നൊരു തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ, തൃഷയുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. പിന്നെ ഇതിങ്ങനെ പോകുന്നു. ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വരും. തൃഷയും ടോവിനയുടെ ക്യാരക്ടറും പോലീസുകാരന്റെ ക്യാരക്ടറും എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വരും. ഫസ്റ്റ് ഹാഫ് അവിടേക്ക് തീരാൻ നേരം നമുക്ക് തോന്നും സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ വലുത് നടക്കാൻ പോവാണെന്നൊരു തോന്നൽ വരും. സെക്കൻഡ് ഹാഫ് വന്നിട്ട് എനിക്കിത് ഒരു അവിയൽ പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്തത്. അവിയൽ എന്ന് പറയുന്ന നേരത്ത് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കൊണ്ടുവന്ന പോലെ ഒരു ഫീൽ. ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നതിന്റെ ആ പടത്തിനൊരു നീതി പുലർത്താത്ത ഒരു സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പലരും ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ പറയുന്നത് കേട്ടു. എന്റെ കൂടെ തിയേറ്ററിൽ നിന്ന് ഒരു ചേട്ടൻ പല സീൻ കാണാൻ നേരത്ത് ഭയങ്കര രീതിയിൽ ഇരുന്ന് കൈയടിക്കുന്നതും കണ്ടു. പക്ഷെ എനിക്കൊന്നും തോന്നുന്നില്ല തിയേറ്ററിൽ ഇരുന്ന്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും സിനിമയ്ക്കകത്ത് വരുന്നില്ല. പിന്നെ ഇതിനകത്ത് പെട്ടെന്ന് തന്നെ ടോവിനോയുടെ ഒരു ക്യാരക്ടർ, ടോവിനോടെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ടോവിനോ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ രസമാണ്. പുള്ളി നടക്കുന്ന രീതിയൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരാളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു പ്രശ്നം വരാൻ നേരത്തെ ഇത്രയൊക്കെ അതങ്ങോട്ട് കണക്ട് ആവുന്നില്ലെന്ന് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്കൂടെ വേറൊരാളെ കൊണ്ടുവരും. പുള്ളിയായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ, ഒരു ഫ്ലൈറ്റിനകത്തുള്ള ഇഷ്യൂ കാണിക്കും. ടോവിനോ ആരാണെന്ന് അതിനകത്തൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ വരാൻ ഇത് പക്ക കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടോവിനോയുടെ ഒരു ക്യാരക്ടർ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയുണ്ട്. ലാസ്റ്റൊക്കെ വരാൻ ടോവിനോ ആരാണെന്ന് കാണിക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു ഫോഴ്സിന്റെ യൂണിഫോം ഒക്കെ ഇട്ട് ടോവിനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കയറി കഴിയുമ്പോൾ ഏത് ഫോഴ്സാണ്, എന്താണ് ഡ്യൂട്ടി എന്നൊക്കെ മനസ്സിലാവട്ടെ. പക്ഷെ എനിക്ക് ആ ഭാഗം ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു സിനിമ ഒരു വേറൊരു രീതിയിൽ കൊണ്ടുവന്നിട്ട് ഒരു സ്കെച്ചൊക്കെ വരയ്ക്കുന്ന ടോവിനോ, അത് ജോലിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. സ്കെച്ചൊക്കെ വരയ്ക്കുന്ന ടോവിനോ അതിൽ നിന്ന് പെട്ടെന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരാന്നിട്ട് വേറൊരു രീതിയിലേക്ക് ടോവിനെ കൊണ്ടുവച്ചിരിക്കുന്നു. എനിക്ക് ഭയങ്കര ബോറായിട്ട് എനിക്ക് ആ രീതി എനിക്ക് ഫീൽ ചെയ്തത്. ക്ലൈമാക്സിലേക്ക് എത്താവുന്ന മുകളിൽ ആകാശത്തെ കളിയാണ് സിനിമ. ഫുൾ ആകാശത്തെ കളിയാണ്. ഇങ്ങനെ ആകാശത്ത് വെച്ചൊരു കളി ലാസ്റ്റ് കുറച്ച് ആടി ഇടി വേള കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റത്തെ ഇടി പരിപാടി കൊള്ളായത് കേട്ടോ. ഒരു ചേച്ചി അതിനകത്ത് വരും ഇടിക്കാൻ, കുഴപ്പമില്ല, അവിടെയൊക്കെ കൊള്ളാൻ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നത് ഒരു അവിയല് പോലെ എന്തൊക്കെയോ ഒരു മാസ് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കുത്തിക്കയറ്റിയ പോലെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിന്റെ കഥയുടെ നീതി പുലർത്താൻ പറ്റാത്ത ഒരു സെക്കൻഡ് ഹാഫ് ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരാൻ നേരത്ത് തൃഷ ഈ സിനിമ എടുക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ
എനിക്ക് ഇതിനകത്ത് തൃശ്ശ അല്ലെങ്കിൽ വേറെ ആളാണെങ്കിലും അത്രയ്ക്ക് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുള്ളൂ. തൃശ്ശ വന്നതുകൊണ്ട് എന്തെങ്കിലും വലിയൊരു സംഭവം അല്ലെങ്കിൽ വലിയൊരു റോളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. തൃശ്ശ അല്ലെങ്കിൽ വേറൊരാളാണെങ്കിൽ ഈ റോൾ അങ്ങ് പോയേനെ എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഡൈജസ്റ്റ് ആവാത്തൊരവസ്ഥ എന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക. എന്റെ അഭിപ്രായത്തിൽ വിചാരിച്ച പോലെ പടം എത്തിയില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ വരാൻ നേരത്തെ അവിയല് വരുമ്പോൾ പോലെയാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തത്. എനിക്കത് വാവ് ഫാക്ടർ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും